എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ എക്സിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഫീലിങ്സ് ആണ്. അപ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ ഫീലിങ്സ്, ഇപ്പോഴത്തെ ഫീലിങ്സ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സാധ്യതയുള്ള അവരുടെ ആ ഒരു കറൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഇമോഷൻസാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന ഇമോഷൻസാണ്. ഫസ്റ്റത്തെ കാർഡെന്ന് പറയുന്നത് പാസ്റ്റിലാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു ഫീലിങ്സും അവരുടെ ഉള്ളിൽ അവർക്ക് തോന്നിയിരുന്ന കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാർഡെന്ന് പറഞ്ഞാൽ സെൽഫ് ഹീലിംഗ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസും പല സമയങ്ങളിലായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വഴക്കുകളൊക്കെ വരുമ്പോഴും അവർക്ക് എപ്പോഴും തോന്നുമായിരുന്നു ഞാൻ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാണ്, ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫീലിങ്ങിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്ത്. പക്ഷേ അവരുടെ ഉള്ളിലത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ലൈഫിലത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് തിങ് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വേണം, കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അതിനുശേഷം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും ആ ബ്രേക്കപ്പിന് ശേഷം ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഐസൊലേഷനാണ് കാണുന്നത്. അവർക്ക് ഒട്ടും തന്നെ സന്തോഷം തോന്നാത്തതോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമില്ല. നിങ്ങളോട് സംസാരിക്കാൻ തൽക്കാലം താല്പര്യമില്ല. പക്ഷെ അതേസമയം ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് മനസ്സിലാവുന്നത്. നിങ്ങളെ മറക്കാനായിട്ട് അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരെന്താണോ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ പഠിത്തത്തിൽ, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ വർക്കിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും നന്നായിട്ട് അവരങ്ങ് ബറി ചെയ്യണം. അവർ സ്വന്തമായിട്ട് നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം. നിങ്ങളായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വർക്കൗട്ട് ചെയ്യാനോ അവർ ഉദ്ദേശിക്കുന്നില്ല. ഫ്യൂച്ചറിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റീയൂണിയൻ ആയിട്ട് കാണുന്നില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടായി. ഫ്യൂച്ചറിലാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ വൈബ് മാച്ച് ആവുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നത്. ഒരിക്കലും നിങ്ങളുടെ സ്നേഹം അവർ നിർത്തുന്നില്ല, പക്ഷേ റീയൂണിയനായിട്ട് കാണുന്നില്ല. അതേപോലെ കുറേ പേർക്ക് ഒരു ക്ലോഷർ കിട്ടാതെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു ക്ലോഷർ നിങ്ങൾക്ക് തരാൻ പറ്റാത്തതിൽ ഒരു സങ്കടം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവരങ്ങ് നിർത്തി പോവുമായിരുന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അധികം സംസാരിക്കാതെ നിർത്തി പോവുക, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്യാണ്ടിരിക്കുക, ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ അവർക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് തവണ മാപ്പ് ചോദിക്കുന്നുമുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് കുറവില്ല, പക്ഷേ റീയൂണിയൻ കാണുന്നില്ല.